ഇടത് മാവോയിസ്റ്റ് മതഭീകരവാദി കൂട്ടുകെട്ടിലുണ്ടായ കള്ളക്കേസുകളും കേസ് അട്ടിമറികളും വീണ്ടും ചർച്ചയാവുകയാണ്. കള്ളത്തെളിവുകളിൽ പോക്സോ കേസിൽ ഉൾപ്പെട്ട പത്മരാജൻ മാഷിന്റെ നിരപരാധിത്വം ഹൈക്കോടതിയിൽ തെളിയിക്കപ്പെട്ടിരുന്നു. PFI ഭീകരവാദികൾ പ്രതികളായ നിരവധി കേസുകൾ കഴിഞ്ഞ ഇടത് സർക്കാരുകൾ അട്ടിമറിച്ചിട്ടുമുണ്ട്. SFI പ്രവർത്തകൻ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലും കാര്യക്ഷമമായ അന്വേഷണം നടന്നിരുന്നില്ല. ഇവരുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞു വെച്ചതുപോലെ തന്നെയാണ്, അഭിമന്യുവിൻ്റെ കൊലപാതകം നടന്ന വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ശിക്ഷാ നടപടികളിലേക്ക് കടന്നിട്ടില്ല. അവർക്കും സംരക്ഷണമൊരുക്കുന്ന പല നടപടികളാണ് കഴിഞ്ഞ സർക്കാർ കൈക്കൊണ്ടത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ആൾക്കാർ വരുമ്പോൾ അവരെ പ്രതി ചേർക്കപ്പെട്ട് അവർക്കെതിരെയുള്ള നടപടികൾ കർക്കശമാക്കാനുള്ള ഒരു വ്യഗ്രത, തിരക്കിട്ട നീക്കം, ഇതിന് പിന്നിൽ കൃത്യമായൊരു അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പാക്കാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ UDF സർക്കാരും പിൻപറ്റുന്നത് എന്ന് വേണം നമുക്ക് പറയാനല്ലേ? ഗുഡ് മോർണിംഗ് KP. ഇവിടെ കൃത്യമായി തന്നെ ചിലരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ആളുകളെ, അത് ദേശീയതയ്ക്ക് ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ഭീകരവാദ ആശയങ്ങളെ ശക്തമായി എതിർക്കുന്ന ആളുകളാണ് എന്ന് കണ്ടാൽ അത് ഏത് വിധേനയും അവർക്ക് വിവിധ ഗ്രൂപ്പുകളുണ്ട്. അതിലൊന്ന് കായികമായി ആക്രമിക്കുന്ന ഗ്രൂപ്പുകളാണ് എങ്കിൽ മറ്റൊന്ന് ഇത്തരത്തിലുള്ള അപവാദ പ്രചാരണങ്ങളിലൂടെ ഒന്ന് മാനസികമായി തളർത്തുക, മറ്റൊന്ന് ജയിൽവാസം അടക്കമുള്ള കാര്യങ്ങളിലൂടെ പൂർണ്ണമായും തന്നെ അവരെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുക, അല്ലെങ്കിൽ സമൂഹം അവരെ അകറ്റി നിർത്തുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ്. ഇത് തന്നെയാണ് PFI സംഘങ്ങൾ, നേരത്തെ NDF ആണെങ്കിലും പിന്നീട് PFI ആണെങ്കിലും എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന് ഇടത് വലത് മുന്നണികളുടെ കൃത്യമായ ഒത്താശ ഉണ്ട്. അങ്ങനെ മാർക്സിസ്റ്റ് മാവോയിസ്റ്റ് സംഘങ്ങളുടെയും ഭീകരവാദ ഗ്രൂപ്പുകളുടെയും എല്ലാം തന്നെ ഒരു ഒത്തൊരുമയിലാണ് ഇത്തരം ആരോപണങ്ങൾ ഉയർത്തുന്നത്. പലപ്പോഴും ഇപ്പോൾ പത്മരാജൻ മാഷിന്റെ കാര്യത്തിലടക്കം ആദ്യം PFI, പോപ്പുലർ ഫ്രണ്ട്, മതഭീകരവാദ ഗ്രൂപ്പുകൾ ഉയർത്തിയ ആരോപണം വെള്ളം തൊടാതെ അത് ആവർത്തിക്കുകയായിരുന്നു പിന്നീട് ഇടത് വലത് മുന്നണികൾ ചെയ്തത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ കൃത്യമായി ഇപ്പോൾ കോടതി കുറ്റമുക്തനാക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ ശിക്ഷ മരവിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയപ്പോൾ പോലും അതിനെ എതിർത്തുകൊണ്ടാണ് പല CPMന്റെ നേതാക്കളും കണ്ണൂർ ജില്ലയിലെ നേതാക്കളടക്കം പത്മരാജൻ മാഷിനെ വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും ഒപ്പം തന്നെ അത് നീതിന്യായ വ്യവസ്ഥയടക്കം വെല്ലുവിളിക്കുന്ന രീതിയിലുമുള്ള പോസ്റ്റുകളെല്ലാം തന്നെ ഇട്ടുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തത്. ഇത്തരത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കൂട്ടുകെട്ട് തന്നെയാണ് വെളിയിൽ വരുന്നത്. കാരണം എങ്ങനെയാണോ പത്മരാജൻ മാഷിനെ ലക്ഷ്യം വെച്ചത്, തെറ്റായ ഒരു പരാതി, പോക്സോ കേസ് ഉയർന്നു വരുന്നു. ആ പോക്സോ കേസിന്റെ പേരിൽ വലിയ ഒരു പ്രചാരണം ആ നാട്ടിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തന്നെ നടത്തുന്നു. പത്മരാജൻ മാഷെ മോശക്കാരനായി ചിത്രീകരിക്കുന്നു. ഒടുവിൽ ഇല്ലാത്ത തെളിവുകൾ കഴിഞ്ഞ 3 അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചിട്ടും കണ്ടെത്താത്ത ഒരു തെളിവ് പിന്നീട് CPM സഹയാത്രികനായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ACP വന്ന് അന്വേഷിക്കുമ്പോൾ മാത്രം കണ്ടെത്തുകയും പിന്നീട് കോടതി അധിക ദിവസങ്ങളില്ലാത്ത ഏറ്റവും കുറഞ്ഞ ദിവസത്തെ വിചാരണയിലൂടെ പത്മരാജൻ മാഷ് കുറ്റക്കാരനാണെന്ന് വിധിക്കുകയും എല്ലാം ചെയ്യുന്ന സ്ഥിതി. ഒപ്പം അതേ രീതിയിൽ തന്നെ മറ്റൊരു ഭാഗത്ത് കൃത്യമായി ഈ ഭീകരവാദികൾ പ്രതികളാകുന്ന കേസുകളിൽ അവരെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കവും ഇടതു വലത് മുന്നണികൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണമാണ് അഭിമന്യു കേസ്. അഭിമന്യു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ LDF സർക്കാർ ഭരിക്കുന്ന സമയത്ത് നടന്നിരിക്കുന്ന സംഭവം, പിന്നീട് LDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ട സംഭവം. എന്നാൽ ഒരു ഘട്ടത്തിലും കാര്യക്ഷമമായ അന്വേഷണം നടന്നിരുന്നില്ല. പ്രത്യേകിച്ച് SFI പ്രവർത്തകനായിരുന്ന അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് പോലും, സ്വന്തം പാർട്ടിയിൽ സ്വന്തം ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആൾ കൊല്ലപ്പെട്ടിട്ട് പോലും ആരാണ് പ്രതികൾ, ആരാണ് ഈ ഒരു പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്, ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ള ആളുകളെ കണ്ടെത്താൻ അന്ന് PFIയുടെ നേതാക്കളിലേക്ക് എത്തുന്ന ഒരു അന്വേഷണം ഉണ്ടായിരുന്നില്ല. അത് കൃത്യമായി തന്നെ അഭിമന്യുവിൻ്റെ മാതാപിതാക്കളടക്കം കോടതിയിൽ ബോധിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ CPMനെ സംബന്ധിച്ചിടത്തോളം, LDFനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാർട്ടി പ്രവർത്തകൻ തന്നെ ഇത്തരത്തിൽ NDFന്റെ, മുമ്പത്തെ NDFന്റെ ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായ സംഭവമുണ്ട്. അതാണ് നാദാപുരത്തെ ബിനുവിനെതിരെ ഉയർന്ന ആരോപണം തീർത്തും തെറ്റായിരുന്നു എന്നതായിരുന്നു. ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു, നിസ്കാരപ്പായയിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നെല്ലാമായിരുന്നു പ്രചരിപ്പിച്ചത്. ആ പ്രചരണത്തിന് ശക്തി പകർന്നുകൊണ്ട് പിന്നീട് ആ ബിനുവിനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് എത്തി. അങ്ങനെ സ്വന്തം പാർട്ടി പ്രവർത്തകനടക്കം ഈ NDFന്റെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിലും അവരുടെ ഗൂഢനീക്കങ്ങളുടെയും ഇരകളായി മാറിയിട്ട് പോലും ഈ ആളുകളെ പിന്തുണക്കുന്ന NDFനെയും
തീർച്ചയായും അത് PFIയെയും ഭീകരവാദ ശക്തികളെയും എല്ലാം തന്നെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഇടതു വലതു മുന്നണികൾ കൃത്യമായി തന്നെ സ്വീകരിച്ചു വരുന്നത്. മാത്രമല്ല ഈ ജിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രീണന രാഷ്ട്രീയം തന്നെയാണ് ഇടതും വലതും പിന്തുടരുന്നത്. പിണറായി വിജയൻ മാറി VD സതീശൻ വരുമ്പോഴും ഇപ്പോഴും ജിഹാദി ശക്തികൾക്ക് തീവ്രവാദ ശക്തികൾക്ക് ഏറ്റവും സംരക്ഷണം നൽകുന്ന അവർക്ക് ശക്തി പകരുന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.